പ്രളയമുണ്ടെന്ന് പറയുകയല്ല എങ്കിൽ പോലും ഒരു കാലവർഷത്തിൻ്റെ ഒരു കെടുതിയിലേക്ക് കേരളം പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2019 ഒരു വിദഗ്ധ സംഘം നെതർലൻഡ്സിൽ പോയി പഠിച്ച് റൂം ഫോർ റിവർ എന്ന പരിപാടി ഇവിടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടും നെതർലൻഡ്സ് മോഡൽ പദ്ധതി കേരളത്തിൽ നടപ്പിലായിട്ടില്ല. 54 നദികളുള്ള കേരളത്തിലെ നദികളെല്ലാം കവിഞ്ഞൊഴുകും. ഡാമുകൾ തുറന്നാലോ, ജലസേചനത്തിൻ്റെ ഡാമുകളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡാമുകളുണ്ട്. എല്ലാം തുറന്നു വിട്ടാൽ കേരളം പ്രളയത്തിൽ മുങ്ങും. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായല്ലോ 2 തവണ. ഈ സിൽവർ ലൈൻ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം 2 ആയിട്ട് പോയി ഇത് വലിയ ഭീകരമായ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. മഴ വന്നു, വെള്ളം വന്നു, അവിടെ തന്നെ കെടുതികളുടെ പേര് ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നാടിൻ്റെ പല ഭാഗത്തു നിന്നും ഫണ്ട് പിരിക്കും, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തും. പക്ഷേ മഴ കഴിയുമ്പോൾ വീണ്ടും തടയുക. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കെടുതികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് 2019 നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു, റൂം ഫോർ റിവർ പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ സംഘവും നെതർലൻഡ്സിൽ പോയി ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. എന്നാൽ ഈ റൂം ഫോർ റിവർ എന്ന പദ്ധതി ഇന്ന് എവിടെ എത്തി നിൽക്കുകയാണ്? ഈ പദ്ധതിയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ ജല നിയന്ത്രണത്തിനും ഈ മഴക്കെടുതികൾ ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത്. എന്തായാലും ജലരേഖയായി ഈ പദ്ധതി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ്. സർ, മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കെടുതികളും മറ്റും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു റൂം ഫോർ റിവർ പദ്ധതി എന്ന ഒരു ആപ്തവാക്യം നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ നെതർലൻഡ്സിലാണ് എന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് പഠനത്തിനെല്ലാം വേണ്ടി പോയിരിക്കുന്നത്. എന്താണ് ഈ പദ്ധതിയുടെ നിലവിലുള്ള സാഹചര്യം? യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടായി. ഇന്നലെ മുതൽ മഴ കനത്തു. മിക്കവാറും നദികൾ കവിഞ്ഞൊഴുകുന്നു. ഭൂതത്തംകട്ട അണക്കെട്ട് കവിഞ്ഞു, തുറന്നു, ഷട്ടറുകൾ തുറന്നു. ഇനി മറ്റു ഡാമുകളും തുറക്കും. അപ്പോൾ ഒരു പ്രളയമുണ്ടെന്ന് പറയുകയല്ല എങ്കിൽ പോലും ഒരു കാലവർഷത്തിൻ്റെ ഒരു കെടുതിയിലേക്ക് കേരളം പോവുകയാണ്. ഏതാണ്ട് 5 വർഷം മുമ്പ് കേരളത്തിൽ 2 പ്രളയങ്ങളുണ്ടായി. ആ പ്രളയങ്ങളുണ്ടായപ്പോൾ ആ പ്രളയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് വലിയ പഠനങ്ങളും ചർച്ചകളൊക്കെ നടന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2019 ഒരു വിദഗ്ധ സംഘം നെതർലൻഡ്സിൽ പോയി പഠിച്ച് റൂം ഫോർ റിവർ എന്ന പരിപാടി ഇവിടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. നെതർലൻഡ്സും കേരളവും തമ്മിലുള്ള ബന്ധം ഇന്ന് തുടങ്ങിയതല്ല. 200 വർഷങ്ങൾക്ക് മുമ്പ് ഹോളണ്ട് എന്ന് പറയുന്നത് ഡച്ച് എന്ന് പറയുന്നത്, അവിടുത്തെ ആളുകൾ നമ്മുടെ കുട്ടനാട്ടിൽ വന്നിരുന്നു. ഇപ്പം ഡച്ച് കൊട്ടാരമാണ് ബോൾഗട്ടി പാലസ്, അവിടുത്തെ രാജാവ് താമസിക്കുന്ന കേന്ദ്രമാണ്. ഞാൻ KTC ചെയർമാൻ ആയിരുന്ന സമയത്ത് ആ ഡച്ച് കൊട്ടാരം പുനരാവിഷ്കരിച്ച ആളാണ്. അപ്പോൾ അന്ന് ഡച്ചുകാർ കുട്ടനാട്ടിൽ അന്നത്തെ ജലസംവിധാനം കടലിനേക്കാൾ താഴെയാണ്. അവിടെ ഈ പറയുന്ന കായൽ നിലങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഡച്ച് സഹായത്തോടെയാണ്. ആദ്യം ചവിട്ട് ഉപയോഗിച്ചിട്ടാണ് വെള്ളം വറ്റിച്ചത്. ഇപ്പോൾ മെഷീനാണ്. എങ്കിൽ പോലും കുട്ടനാട്ടിൽ കൃഷി യോഗ്യമാക്കിയത് ഡച്ച് ഭാഗത്തിൻ്റെ, അതാണ് ഹോളണ്ട് എന്ന് പറയുന്നത്. ഈ നെതർലൻഡ്സ് എന്ന് പറയുന്ന അവിടെ എപ്പോഴും മഴയാണ്. ഇതുപോലെ തന്നെ കേരളത്തിന് സമാനമായ കുട്ടനാടാണ്. അവിടെ വെള്ളത്തിന് താഴെയാണ്. അവിടെ വെള്ളത്തിന് താഴെയായ ഒരു സ്ഥലത്ത് ആംസ്റ്റർഡാം, റോട്ടർഡാം എന്ന് പറഞ്ഞാൽ ആംസ്റ്റർ എന്ന് പറയുന്ന ഒരു പട്ടണം ഡാം വന്നപ്പോൾ ആംസ്റ്റർഡാമായി. റോട്ടർ എന്ന് പറയുന്ന ഒരു പട്ടണം ഡാം വന്നപ്പോൾ റോട്ടർഡാമായി. അപ്പോൾ ഡാമുകളെ കേന്ദ്രീകരിച്ചും വെള്ള നിയന്ത്രണത്തെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് നെതർലൻഡ്സ്. അവിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് റൂം ഫോർ റിവർ. അത് കണ്ട ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് ഇവിടെ റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കുമെന്ന്. അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം എപ്പോഴും മഴക്കെടുതിയിലാണ്. ആ മഴക്കെടുതി വരുമ്പോൾ എല്ലാ നദികളും 44 നദികളുള്ള കേരളത്തിലെ നദികളെല്ലാം കവിഞ്ഞൊഴുകുന്നു. ഡാമുകൾ തുറന്നാലോ, ജലസേചനത്തിൻ്റെ ഡാമുകളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡാമുകളുണ്ട്. എല്ലാം തുറന്നു വിട്ടാൽ കേരളം പ്രളയത്തിൽ മുങ്ങും. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായല്ലോ 2 തവണ. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജലനിയന്ത്രണം ഉണ്ടാകണം. മാത്രമല്ല പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, കേരളത്തിലെ പരിസ്ഥിതിയിൽ വലിയ ഭീമമായ മാറ്റമുണ്ടായി.
നമ്മൾ നെൽപ്പാടങ്ങളെല്ലാം നികത്തിയപ്പോഴത്തേക്കൊണ്ട് സാധാരണ നെൽപ്പാടങ്ങളിലാണ് വെള്ളം കെട്ടിക്കിടന്നിരുന്നത്. വെള്ളം കെട്ടിക്കിടക്കാൻ സ്ഥലമില്ല, തണ്ണീർത്തടങ്ങളെല്ലാം നികത്തി. അപ്പോൾ ജലം കെട്ടിക്കിടക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥ കേരളത്തിലുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും മഴ വന്നാൽ റോഡിലേക്ക് വെള്ളം ഒഴുകും. റോഡുകളെല്ലാം തോടുകളായി. മാത്രമല്ല, വലിയ റോഡുകൾ ഉണ്ടാക്കിയപ്പോൾ ജലമൊഴുത്തിൻ്റെ ഒഴുക്ക് ഈ റോഡുകൾ തടഞ്ഞു. ഈ സിൽവർ ലൈൻ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം രണ്ടായിട്ട് പോയി ഇത് വലിയ ഭീകരമായ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പാരിസ്ഥിതിയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ജനങ്ങൾ വയൽ നികത്തി വീടുകൾ വെച്ചു, അല്ലെങ്കിൽ വയൽ നികത്തി തെങ്ങ് വെച്ചു, അല്ലെങ്കിൽ റോഡുകൾ ഉയർത്തി പണിതപ്പോൾ റോഡുകൾ കാരണം നമ്മുടെ സംസ്ഥാനത്ത് ജല ഒഴുക്കില്ലാതായി. അപ്പോൾ പാരിസ്ഥിതിയിലുണ്ടായ പ്രശ്നങ്ങൾക്കാണ് നമ്മുടെ ജല നിയന്ത്രണത്തിന് പ്രശ്നമുണ്ടായത്. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് കേരളത്തിൽ കാലവർഷം വന്നാൽ, അല്ലെങ്കിൽ തുലാവർഷം വന്നാൽ വെള്ളപ്പൊക്കമാണ്, അല്ലെങ്കിൽ സമയം തെറ്റി വർഷം വന്നാലും വെള്ളപ്പൊക്കമാണ്. അതേസമയം ഒരു ഫെബ്രുവരി കഴിഞ്ഞ് ഒരു മെയ് വരെ എന്താ സ്ഥിതി? കൊടും വരൾച്ച, ജലക്ഷാമമാണ്, ഭീകരമായ വരൾച്ചയാണ്. ഈ ചിറാപ്പുഞ്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം 100 മീറ്റർ എങ്ങാണ്ട് സെൻറ്റിമീറ്റർ എങ്ങാണ്ട് മഴയുള്ള സ്ഥലം എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇന്ന് മഴ ലഭിക്കുന്നുണ്ട്, പക്ഷേ വെള്ളമില്ല. അതായത് മഴ പെയ്യുമ്പോൾ വെള്ളം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടാകുമെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ ഈ വെള്ളം അതേപോലെ ഒഴുകി അറബിക്കടലിലെത്തും. അപ്പോൾ ജലം സംഭരിച്ച് വയ്ക്കാൻ സ്ഥലമില്ല. ഡാമുകളുണ്ട്, പക്ഷേ ജലസംഭരണിയില്ല. അപ്പോൾ കേരളത്തിൽ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും, വെള്ളപ്പൊക്കവും വരൾച്ചയും ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ജലസ്ഥല മാനേജ്മെൻറ്റ് പദ്ധതികൾ ഉണ്ടാക്കുമെന്ന് പിണറായി വിജയൻ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം എടുത്ത സമീപനത്തെ നല്ലതാണ്. പണ്ട് ടി എം ജേക്കബ് മന്ത്രിയായിരുന്നപ്പോഴും ചില പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടും നെതർലൻഡ്സ് മോഡൽ പദ്ധതി കേരളത്തിൽ നടപ്പിലായിട്ടില്ല. അത് ജലരേഖയായി മാറി. അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ റൂം ഫോർ റിവർ എന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വർഷം 5 കഴിഞ്ഞിട്ടെങ്കിലും അത് എന്തുവരെ നടപ്പിലാക്കി? അത് നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ എന്ത്? മഴക്കാലം വരുമ്പോൾ പെട്ടെന്ന് വിലപിക്കും. മഴ വന്നു, വെള്ളം വന്നു, അവിടെ തന്നെ കെടുതികളുടെ പേര് ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നാടിൻ്റെ പല ഭാഗത്തുനിന്നും ഫണ്ട് പിരിക്കും, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തും. പക്ഷേ മഴ കഴിയുമ്പോൾ വീണ്ടും തടയുക. അതുകൊണ്ട് റൂം ഫോർ റിവർ എന്ന നെതർലൻഡ്സ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ, അതിൻ്റെ സ്ഥിതി എവിടെയാണ് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമുണ്ട്. ഈ പഠിക്കാൻ പോയ സമയത്തും ഇത് ഒരുപാട് പണം എന്തായാലും ചിലവായിട്ടുണ്ടാവില്ല. അപ്പം വിദേശ യാത്രകൾക്ക് സ്വാഭാവികമായിട്ടും പണം ചിലവാകും. അപ്പോൾ പഠിക്കാൻ പോയിട്ട് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വിദേശയാത്ര നടത്തിയതോ പണം വിനിയോഗിച്ചതോ തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനം വേണ്ടി വരും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വിദേശയാത്ര നടത്തിയാൽ, ഉദ്യോഗസ്ഥ സംഘം പോയാൽ, അത് പഠിച്ചാൽ അതിൻ്റെ റിസൾട്ടാണ് പ്രധാനം. 5 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും കേരളത്തിൽ 2 ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ നദികളെല്ലാം കവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണുള്ളത്. ഇതുകൂടാതെ ഡാമുകൾ തുറന്നു വിട്ടാൽ പ്രളയ സമാനമായ സാഹചര്യവും ഉണ്ടാകുന്നു. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ലക്ഷ്യമെന്ന് വെറും ജലരേഖയായി മാറിയിരിക്കുകയാണ്. നിരവധി പദ്ധതികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്കിലും ഇതെല്ലാം തന്നെ വെറും വാക്കായി മാത്രം മാറിയിരിക്കുന്നു എന്നതിന് സൂചനയും ഒരു ഉദാഹരണവും കൂടിയാണ് റൂം ഫോർ റിവർ എന്ന ഈ പദ്ധതിയും. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.